CPI ജില്ലാ നേതൃത്വത്തിന് ഒരു വർഷം മുമ്പ് താൻ നൽകിയ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ AIF നേതാവ് ഷാഹിന മണ്ണാർക്കാട് ആത്മഹത്യ ചെയ്യുമായിരുന്നില്ലെന്ന് ഭർത്താവ് മൈലങ്കോട്ടിൽ സാദിഖ്. ഷാഹിനയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഷാഹിനയുടെ സുഹൃത്തായ AIYF നേതാവാണ് കാണിച്ച് പോലീസിൽ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സാദിഖ്. ഷാഹിന AIYFൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷമായെന്നും ഈ കാലയളവിലാണ് AIYF നേതാവുമായി സൗഹൃദം തുടങ്ങിയത്. ഇത് തങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായി ഫോണിൽ പരാതിപ്പെട്ടിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അതുണ്ടായില്ല. ജില്ലാ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ ഷാഹിന മരിക്കില്ലായിരുന്നു. പുതിയ വീട് വയ്ക്കാനുള്ള പണം ഉൾപ്പെടെ ഷാഹിനയുടെ കൈവശമായിരുന്നു. ആഭരണങ്ങളും കാണാനില്ല. 5 ലക്ഷം രൂപ വേണമെന്ന് ഷാഹിന തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ രേഖ വേണമെന്ന് പറഞ്ഞു. സുഹൃത്തിന്റെ വെളിച്ചെണ്ണ വിപണന കേന്ദ്രം ഷാഹിനയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. വിദേശത്തു നിന്ന് പലപ്പോഴായി പണം അയച്ചിരുന്നു. അതിന്റെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം പോലീസിനും നൽകിയിട്ടുണ്ട്. ഷാഹിനയുമായുള്ള ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നും സാദിഖ് പരാതിയിൽ പറയുന്നു. ഷാഹിനയെ ആത്മഹത്യയിലേക്ക് നയിച്ചയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായും സാദിഖ് പറഞ്ഞു. മരണകാരണം അത് തീർച്ചയായിട്ടും ആത്മഹത്യ മാത്രമല്ല, അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. AIFൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കൈതച്ചിറ എന്ന വ്യക്തി കൂടുതലായിട്ട് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളും അതുപോലെ വേറെ എന്തോ രഹസ്യമായ ഒരു വിഷയങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വരാനുള്ള കാരണം. അപ്പം മരണപ്പെട്ട ഉടനെ തന്നെ എൻ്റെ മകന് ഞാൻ വിളിച്ച സമയത്ത് മകന് പറഞ്ഞതും സുരേഷ് കൈതച്ചിറയുമായി സംസാരിച്ച് ഭാര്യ വിഷമിച്ചുകൊണ്ട് അതുപോലെ വളരെയധികം ശബ്ദമെടുത്ത് മുകളിലേക്ക് കയറിപ്പോയി, അങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നും ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായ AIFൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെയൊക്കെ വിഷയം ധരിപ്പിച്ചിരുന്നു ഇതിൻ്റെ 1 വർഷം മുമ്പ് തന്നെ. അപ്പോൾ അവരൊക്കെ ഇതിന് ഇടപെടാമെന്നും ഇതിൻ്റെ വ്യക്തമായ നടപടിക്രമങ്ങൾ ചെയ്യാമെന്നൊക്കെ എന്നോട് അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് കണ്ടില്ല. ആ ഒരു കാണാത്ത കാരണമാണ്, അവരതിനൊരു പറ്റിയൊരു നീക്കുപോക്ക് ഉണ്ടാകാത്ത കാരണം മാത്രമാണ് എൻ്റെ വൈഫ് മരണപ്പെടാനുണ്ടായ കാരണം. അപ്പോൾ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് എന്നോട് പറഞ്ഞത്, ഇന്ന് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ മുഖം നോക്കാതെ ആരായാലും രാഷ്ട്രീയം നോക്കാതെയും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പും വാക്കും തന്നിട്ടുണ്ട്. കാരണം അതുപോലെ 5 ലക്ഷം രൂപ ഒരുമിച്ച് ചോദിച്ചപ്പോൾ അത് തരാൻ പറ്റില്ല, അതിനെനിക്ക് പ്രൂഫ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ്റെ സ്ഥാപനം ഇവൾക്ക് എഴുതി കൊടുക്കാമെന്നാണ് അവൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവാനുള്ള കാരണം, ഞാൻ വരാൻ ഏകദേശം 4 മാസം അടുത്തിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു മരണമുണ്ടായത്. അപ്പോൾ എന്തോ ഒരു കാര്യം കാണിച്ച് ഇവർ തമ്മിലുള്ള യാത്രകളിലും പലപ്പോഴും എന്തോ ഒരു എവിഡൻസ് കാണിച്ച് അവൻ ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് ഇവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക തന്നെയായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.